ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം ഞങ്ങൾ പേരാവൂർ എണ്ണ അടിക്കാൻ വേണ്ടി പോയേ. പിന്നെ വൈകുന്നേരം മാർക്കോ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ടിക്കറ്റും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. പേരാവൂരേക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ടേ. രാത്രിയിലത്തെ ഷോയിൻ്റെ ടിക്കറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോവുക, വൈകുന്നേരത്തെയും കൂടി കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ച്. അങ്ങനെ ഞങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കാനാണേ പോയത്. 4:15 ഷോക്കാണേ ടിക്കറ്റ് എടുത്തത്. ഉണ്ണിയേട്ടനും ഗ്രീഷ്മേച്ചിയും കൂടെ വരുന്നുണ്ടേ. അപ്പോൾ 4 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എണ്ണ അടിക്കാൻ പോയേ. അങ്ങനെ എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോയി. സ്കൂട്ടി കിട്ടിയിട്ട് കുറേ ദിവസമായെങ്കിലും പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് സൺഡേ ആയതുകൊണ്ടും 2 പേർക്ക് ലീവ് ഉള്ളതുകൊണ്ടും ഇന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അധികം വണ്ടിയൊന്നും പോകാത്ത റോഡൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ തുഴഞ്ഞു പോകാൻ മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ നന്നായിട്ട് പഠിക്കുന്നു. ഇല്ല ഗൈസ്, കുറേ നാളും കൂടി ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നല്ല വെയിലുണ്ടായിരുന്നേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പഠിത്തം നിർത്തി വീട്ടിലേക്ക് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അതും കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുടിയിൽ എണ്ണ തേച്ചിട്ട് കുറേ ആയല്ലോ എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് നന്നായി എണ്ണയൊക്കെ തേച്ചൊന്ന് മസാജൊക്കെ ചെയ്തു. അത് കണ്ടപ്പോൾ ഏട്ടനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനും അതൊക്കെ തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. വൈകുന്നേരം സിനിമയ്ക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് റെഡിയാവാന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്ന് മീൻ കിട്ടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല. ചേനക്കറിയും ചീരവറവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡിയാവാൻ വേണ്ടി പോയി. ഷോ 4:15 2 മണിക്ക് എന്നോട് ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് റെഡിയായി ഇറങ്ങുന്നുണ്ടായിരിക്കും ഗൈസ്. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടേ. പിന്നെ കണ്ണാടിയുടെ മുമ്പ് കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീണ്ടും പട്ടി ഷോ. അങ്ങനെ അവിടെ എത്തി ചുമ്മാ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോഴാണ് പരിചയമുള്ള 2 കണ്ടത്. നോക്കിയപ്പോൾ അത് ഗ്രീഷ്മേച്ചി ഉണ്ണിയേട്ടനായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് നീ എവിടെ പോയാലും സ്വൈര്യം തരില്ല എന്നുള്ള എക്സ്പ്രഷനിൽ ഗ്രീഷ്മേച്ചി നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ പറയുന്നുണ്ട്. താഴെ ആയതുകൊണ്ട് ഞാനത് കേട്ടില്ല. എന്നെ വല്ല ചീത്തയും പറഞ്ഞതാവാനാണ് സാധ്യത. ഉണ്ണിയേട്ടൻ സൗന്ദര്യമൊക്കെ നോക്കി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടി മുകളിലെത്തിയിട്ടുണ്ട്. ഷോ തുടങ്ങാൻ കുറച്ച് സമയം കൂടി ഉള്ളതുകൊണ്ട് ആ ഗ്യാപ്പിൽ ഞങ്ങൾ പിന്നെയും കുറച്ച് കത്തി വെച്ചിരുന്നു. നല്ല തിരക്കായിരുന്നു. ഇരിക്കാനൊന്നും എവിടെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുക ചെയ്തത്. അങ്ങനെ ഉള്ളിൽ കയറി സിനിമയൊക്കെ കണ്ടു. അടിപൊളി സിനിമയായിരുന്നു, ഒരു രക്ഷയില്ല. ഇക്കത്തെ വയലൻസ്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഗ്രീഷ്മേച്ചിക്ക് എന്തോ ഡ്രസ്സ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ഷോപ്പ് കയറി നോക്കിയെങ്കിലും ഉദ്ദേശിച്ച സാധനം കിട്ടാത്തത് കൊണ്ട് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പിന്നെ അടുത്ത ലക്ഷ്യം ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മന്തി ഹൗസിലേക്ക് വിട്ടു. അവിടെ കയറി അൽഫാമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. മിക്കവാറും നമ്മൾ അൽഫാം തന്നെയാണ് കഴിക്കാറ്. എപ്പോഴും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ച് പോയാലും മെനു കാർഡ് നോക്കി അവസാനം അൽഫാമിൽ തന്നെ എത്തിച്ചേരാറ്. ഗ്രീഷ്മേച്ചി ഇപ്പോൾ പറഞ്ഞത് വീഡിയോ എടുത്താൽ തല്ലിക്കൊല്ലുന്നു അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.